വിവരങ്ങൾ നൽകാൻ ടി.എസ്. ആദർശൊപ്പം ചേരുന്നുണ്ട്. ആദർശ്, എന്താണ് ഇപ്പോൾ സഭയിൽ സംഭവിക്കുന്നത്? കൃഷ്ണരാജ്, രാജ്യസഭാ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് തടസ്സപ്പെട്ടിരിക്കുകയാണ്. ലോക്സഭയിൽ ഉന്നത പരീക്ഷാ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ച നടക്കുകയാണ്. ഇപ്പോൾ ബീഹാറിൽ നിന്നുള്ള സ്വതന്ത്ര അംഗം പപ്പു യാദവാണ് സംസാരിക്കുന്നത്. പപ്പു യാദവിൻ്റെ ഭാഗത്ത് നിന്ന് കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായിരിക്കുന്നത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വീഴ്ചകളടക്കം ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം ചില പരാമർശങ്ങൾ നടത്തുന്നത്. നേരത്തെ BJP അംഗങ്ങൾ സംസാരിച്ചിരുന്നു. അവരുടെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടും ഈ പരീക്ഷാ ക്രമക്കേടുകളിൽ സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾ അതവർ എണ്ണിപ്പറയുകയും ചെയ്തു. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമേ തന്നെ അവർ ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് വ്യക്തമാക്കിയിരുന്നു. കാരണം ക്രമക്കേടുകൾ ആവർത്തിക്കാൻ പാടില്ല എന്ന് ഉറച്ചു തന്നെയാണ് ഓരോ തീരുമാനവുമായി മുന്നോട്ട് പോകുന്നതെന്ന് സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയത്. എന്നാൽ പ്രതിപക്ഷമാകട്ടെ സഭയ്ക്കുള്ളിൽ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഇല്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഭരണപക്ഷ അംഗങ്ങളുടെ പ്രസംഗങ്ങൾ ഉൾപ്പെടെ തടസ്സപ്പെടുത്തുന്നതിനായി ബഹളം വയ്ക്കുകയും ചെയ്തു. എന്നാൽ സഭാ നടപടികൾ മുന്നോട്ട് പോവുകയായിരുന്നു. എന്തായാലും ഭരണപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ചർച്ചയിൽ കൃത്യമായിട്ട് പ്രതിപക്ഷത്തിൻ്റെ ഇരട്ടത്താപ്പ് തന്നെയാണ് തുറന്നു കാട്ടുന്നത്. അത് പ്രതിപക്ഷം അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ സംഭവിക്കുന്ന പരീക്ഷാ ക്രമക്കേടുകളും ചോദ്യപേപ്പർ ചോർച്ചയുമായാലും അതൊക്കെ തന്നെ എടുത്തു കാട്ടുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഈ സമരമടക്കമുള്ള വിഷയങ്ങളിൽ കോൺഗ്രസ് ഉൾപ്പെടെ സ്വീകരിക്കുന്ന സമീപനം, സമരം അക്രമാസക്തമാകുന്നത് എങ്ങനെ എന്നതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ കൃത്യമായിട്ട് BJPയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെയും ഒക്കെ MP-മാർ കൃത്യമായി പ്രതിപക്ഷത്തിൻ്റെ ഇരട്ടത്താപ്പും അവർ സ്വീകരിക്കുന്ന നയവൈകല്യവും ഒക്കെ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ആദ്യമൊക്കെ ചർച്ചയ്ക്ക് പ്രതിപക്ഷം തയ്യാറായിരുന്നില്ല. എന്നാൽ പിന്നീട് അവർ ചർച്ചയ്ക്ക് തയ്യാറാവുകയായിരുന്നു. ഇപ്പോൾ ചർച്ചയ്ക്ക് തയ്യാറാവുമ്പോൾ ഈ പ്രതിപക്ഷത്തിൻ്റെ വീഴ്ചകൾ ഒന്നൊന്നായി എടുത്തു കാട്ടുന്നതിന് ഭരണപക്ഷത്തിന് കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് BJPയുടെയും JDU അടക്കമുള്ള NDA ഘടകകക്ഷികളുടെയും ഒക്കെ MP-മാർ കൃത്യമായിട്ട് തന്നെ കോൺഗ്രസിൻ്റെയും ആം ആദ്മി പാർട്ടി അധികാരത്തിലിരിക്കുന്ന പഞ്ചാബിൽ ഉൾപ്പെടെ നടക്കുന്ന പരീക്ഷാ ക്രമക്കേടുകളും ചോദ്യപേപ്പർ ചോർച്ചയുമൊക്കെ എടുത്തു കാട്ടിക്കൊണ്ടുള്ള വിമർശനം ഉന്നയിക്കുന്നു. ഒപ്പം തന്നെ സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾ അത് രാജ്യത്തിൻ്റെ ഭാവിക്ക് വേണ്ടി, യുവതലമുറയ്ക്ക് വേണ്ടി, വിദ്യാർത്ഥി സമൂഹത്തിന് വേണ്ടിയാണെന്ന് MP-മാർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. കൃഷ്ണരാജ്.